ഹ്യൂമൻ ബ്രെയിനുമായിട്ട് കംപ്ലീറ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ AI അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. ഹ്യൂമൻ ബ്രെയിനിൽ മൾട്ടിപ്പിൾ അറിയാലോ, നമുക്ക് ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്, ഒരുപാട് ലേണിങ്സ് നമ്മളുണ്ട്, എമ്പതി ഉണ്ട്. ഈ ഒരു തലത്തിലേക്കൊന്നും AI വളർന്നിട്ടില്ല. ചില കാര്യങ്ങളിൽ മനുഷ്യനേക്കാൾ നല്ലതായിട്ടും ചില കാര്യങ്ങളിൽ മനുഷ്യനോടൊപ്പവും ചില കാര്യങ്ങളിൽ മനുഷ്യൻ്റെ താഴെയുമാണ് ഇപ്പം AI നിൽക്കുന്നത്. ഒരു പുതിയ സിസ്റ്റത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പോലെ തന്നെ AIക്കും നല്ല വശങ്ങളും ചീത്ത വശങ്ങളുണ്ട്. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് യൂസേഴ്സാണ്, അല്ലേ? നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കാലഹരണപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സാധാരണക്കാരനെ എങ്ങനെ മനസ്സിലാക്കുക ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് അതിൻ്റെ? ഓക്കെ, AI എന്ന് പറഞ്ഞാൽ ഒരു 3 മെയിൻ ക്യാരക്ടറുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഒന്ന്, അത് പഠിക്കും, ലേൺ ചെയ്യും, ചിന്തിക്കും, തീരുമാനങ്ങളെടുക്കും. ഈ 3 ആട്രിബ്യൂട്ട്സ് എടുക്കാൻ കഴിവുള്ള ഒരു സോഫ്റ്റ്വെയർ കോഡാണ് AI എന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് വേറൊരു രീതിയിൽ ഇതിനെ മനസ്സിലാക്കുവാണെങ്കിൽ, നമ്മൾക്കൊരു കുട്ടീനെ ഒരു ആപ്പിളിൻ്റെ പടം നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവൻ്റെ ആപ്പിളിൻ്റെ ഒരു സൈഡ് കാണിച്ചാലും അവൻ പറയും അതൊരു ആപ്പിളാണെന്ന്. സിമിലർലി നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഡേറ്റ അല്ലെങ്കിൽ കൊടുക്കുന്ന അതിനെ മനസ്സിലാക്കുന്ന രീതി, അതിനെ പഠിപ്പിക്കുന്ന രീതി വെച്ചിട്ട് ആ ഡേറ്റയുടെ ബേസ് ചെയ്തുകൊണ്ട് ഇത് തീരുമാനങ്ങൾ എടുക്കുകയും നമുക്ക് റെസ്പോൺസ് ചെയ്യുകയും അത് തന്നെ ഈ റെസ്പോൺസിൽ നിന്ന് സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്യും. ഞാനൊരു കോൺഫറൻസ് പേപ്പറിനോട് പറഞ്ഞു AI അവർ വളരെ നിസ്സാരവൽക്കരിച്ചാണ് പറഞ്ഞത്. റിവേഴ്സ് മിററിൽ നോക്കി ഡ്രൈവ് ചെയ്യുന്ന പോലെയാണ്. അതായത് നിങ്ങൾക്ക് ഈ മെഷീൻ ലേൺ ചെയ്യുന്ന ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വച്ചിട്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും റീസണിങ്ങോ എംപതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതോ ഒരു മെഷീൻ ഈ ഉള്ള ഡേറ്റ വെച്ചിട്ടൊരു ഉത്തരം മാത്രം നൽകുന്നതാണോ? അതോ അതിനപ്പുറത്തേക്ക് AI ഡെവലപ്പ് ആയിട്ടുണ്ടോ? AI അതിൻ്റെ അപ്പുറത്തേക്ക് ഡെവലപ്പ് ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മുടെ മനുഷ്യരാശി തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനോടല്ലാതെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് മനുഷ്യൻ AIയോടാണ്, AI തിരിച്ചും, അല്ലേ? അപ്പോൾ ഇതൊരു വന്നു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ എല്ലാ തലങ്ങളിലേക്കും മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലേക്ക് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പാറ്റേൺസിനെയും സ്വാധീനിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള കഴിവുള്ള ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ താങ്കളും ഞാനും അറിഞ്ഞോ അറിയാതെയോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെയും നമ്മൾ സംസാരിക്കാൻ പോകുന്ന കണ്ടന്റിനെയും ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഇത് അത്രയ്ക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെയും നാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതനുസരിച്ച് നമ്മളുടെ പാറ്റേൺസ് രൂപപ്പെടുവാനും കഴിവുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് AI എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഹ്യൂമൻ ബ്രെയിനുമായിട്ട് കംപ്ലീറ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ AI അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. ഹ്യൂമൻ ബ്രെയിനിൽ മൾട്ടിപ്പിൾ അറിയാലോ, നമുക്ക് ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്, ഒരുപാട് ലേണിങ്സ് നമ്മളുണ്ട്, എമ്പതി ഉണ്ട്. ഈ ഒരു തലത്തിലേക്കൊന്നും AI വളർന്നിട്ടില്ല. അത് വളരെ വളരെ ശരിയാണ്. പക്ഷേ നാളെ വളർന്നുകൂടായ എന്നില്ല. ഇറ്റ് ക്യാൻ പോസിബിൾ. നാളെ ചിലപ്പോൾ വളരാം. സംസ്ഥ മേഖലകളിലും ഇത് ഇപ്പം പക്ഷെ നമുക്ക് ചില സമയത്ത് മനുഷ്യൻ്റെ ബ്രെയിനിന് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും വലിയ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഡേറ്റയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സാധനം പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കുക, ആ പ്രോസസ്സ് ചെയ്യുക, ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രക്രിയയൊക്കെ മനുഷ്യൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ മനുഷ്യൻ്റെ ബ്രെയിനിനെ ആ ലിമിറ്റേഷൻസിനെ മറികടക്കുന്ന സിസ്റ്റമാണ് AI. അപ്പോൾ ചില കാര്യങ്ങളിൽ മനുഷ്യനേക്കാൾ നല്ലതായിട്ടും ചില കാര്യങ്ങളിൽ മനുഷ്യനോടൊപ്പവും ചില കാര്യങ്ങളിൽ മനുഷ്യൻ്റെ താഴെയുമാണ് ഇപ്പം AI നിൽക്കുന്നത്. മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഓൺലൈനിലുള്ള ഡേറ്റ വെച്ചിട്ടല്ലേ മെഷീൻ ഇത് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് മെഷീൻ ഒരു റീസണിങ്, എംപതി, സിമ്പതി ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കാണിക്കുന്നുണ്ടോ?
റീസണിങ് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ റീസണിങ് ഈ പറയുന്ന നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ കാണുന്ന, നമ്മൾ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്ന അവിടെ നിൽക്കുന്നില്ല അതിൻ്റെ ശക്തി, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്. അത് അതിനകത്ത് നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്, അതിനകത്ത് നിന്നുള്ള ഇൻഫ്ലുവൻസസ് അത് എടുക്കുന്നുണ്ട്. അപ്പോൾ റീസണിങ് ബെറ്ററാണ്. പിന്നെ എമ്പതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് സൈഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. റീസണിങ്ങും എമ്പതിയും രണ്ട് സൈഡിൽ നിൽക്കുന്ന. എമ്പതി സൈഡിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇനിയും AI മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണെങ്കിൽ, AI എന്തിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ യൂസ് ചെയ്യുന്നത് നോക്കുമ്പോൾ, മെജോറിറ്റി ഓഫ് അഡോപ്ഷൻ സംഭവിക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ 25% ആൾക്കാർ അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും അങ്ങനെ മനസ്സിൽ തോന്നുന്ന വിഷമങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിപ്പെൻഡൻസി ക്യാരക്ടറായിട്ടാണ് AI കാണുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ആ ഒരു പെർസ്പെക്റ്റീവ്. ബിസിനസ്സൊക്കെ 2-3 സ്ഥലത്തേ വരുന്നുള്ളൂ. ഈ പേഴ്സണൽ ലെവലിലേട്ട് ഇപ്പം റീസെൻ്റ്ലി ഒരു കമ്പനിയുടെ, ഒരു ഫേമസ് ആയ കമ്പനിയുടെ CEO പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുതെന്ന്. അത് ChatGPT CEO ആണ്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഓപ്പണായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന അത്ര നല്ലവനൊന്നും അല്ല AI എന്ന രീതിയിൽ അദ്ദേഹത്തിന്. AI കണ്ടുപിടിച്ചത് കമ്പനികൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കാനാണ്. പക്ഷേ മറിച്ച് മനുഷ്യൻ ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വന്തം ഒരു കൗൺസിലിംഗ്, പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. ആ പേഴ്സണൽ അസിസ്റ്റൻസിന്റെ ഒരു മെജോറിറ്റി, ഒരു 25% ഓഫ് കോൺവെർസേഷൻ നടക്കുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ഒറ്റപ്പെടലുകളെക്കുറിച്ചും സംവദിക്കാനുള്ള ഒരു മെഷീനായിട്ടാണ്. ഇതാണ് ലേറ്റസ്റ്റ് ഫൈൻഡിങ് സ്റ്റഡി. അതെ, 25% അതിനാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതെ, അതായത് പേഴ്സണലി യൂസ് ചെയ്യുന്ന ChatGPT അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളിൽ പേഴ്സണലി യൂസ് ചെയ്യുന്നതിൽ 25% ഇതുപോലത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ്. അപ്പം നമ്മൾ ഈ AI ഏറ്റവും ഇതായിട്ടുള്ള ഒരു വശത്തേക്കാണ് വരുന്നത്. AI ഇപ്പം ജെഫ്രി ഹണ്ടിങ്ടൺ തന്നെ പറഞ്ഞിരിക്കുന്നത്, AI ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വശമുണ്ട്. മിസ്ഇൻഫർമേഷൻ വളരെയധികം സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനമാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ AIയോട് കൈമാറുമ്പോൾ ഇതൊരു ഡേഞ്ചറസ് സ്ഥലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അത് നമ്മൾ ലൈക്ക് എനി അതർ സിസ്റ്റം, ഒരു പുതിയ സിസ്റ്റത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പോലെ തന്നെ AIക്കും നല്ല വശങ്ങളും ചീത്ത വശങ്ങളുണ്ട്. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു, അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് യൂസേഴ്സാണ് അല്ലേ. അപ്പോൾ അവരുടെ ഒരു മനോനില അല്ലെങ്കിൽ അവരുടെ ഒരു തിരിച്ചറിവ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇപ്പോൾ 2 എക്സാമ്പിൾ എടുക്കാം. റീസെൻ്റ്ലി സംഭവിച്ചത്, ഒരു കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് ഒരു ChatGPT ആയിട്ടുള്ള കോൺവെർസേഷൻ ലീഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാൻസറിൻ്റെ ഏറ്റവും നല്ല റിസർച്ചിൻ്റെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ AI യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 തലങ്ങളിലും ഇതിൻ്റെ അപ്പുറം നിൽക്കുന്ന ആൾ AI ആണ്. ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അത് യൂസ് ആയി വന്നത്. ഇപ്പം തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് AI ഒരു ഹൈപ്പാണ് എന്ന് വെച്ചാൽ. പക്ഷേ പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും AIയിലേക്കാണ് പോകുന്നത്. എല്ലാ കമ്പനികളും AI അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ AIയിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു ഹൈപ്പ് മാത്രമാണോ, അതോ നിങ്ങൾ ഒരു ഗെയിം ചേഞ്ചർ, ഒരു ഡിസ്റപ്ഷൻ ആവാൻ സാധ്യതയുണ്ടോ? ഇതൊരു ഡിസ്റപ്ഷൻ ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഇതിനുണ്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു 2-3 സെഗ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേജ് ഉണ്ട്. ഒന്നല്ല ഒരു ടെക്നോളജി എക്സൈറ്റ്മെൻറ്റിലേക്ക് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് ചെയിൻ. എല്ലാം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു 2-3 വർഷങ്ങൾക്ക് മുന്നേ. ആ എക്സൈറ്റ്മെൻറ്റ് ഒന്ന് പതുക്കെ താന്നു കഴിയുമ്പോൾ പിന്നെ അവർ യൂസ് കേസ് ഐഡൻറ്റിഫിക്കേഷൻ നോക്കും. ഏത് യൂസ് കേസസിലേക്ക് എനിക്കിതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡിസ്കഷൻ വരും. അതിൻ്റെ അടുത്ത സ്റ്റേജ് ഇതിൻ്റെ ഫുള്ളി ഇംപ്ലിമെൻറ്റേഷനും അഡോപ്ഷനും ഉണ്ട്, 3ാമത്തെ തലം. പക്ഷേ മറ്റുള്ള സാധനങ്ങളെല്ലാം ഒരു 1ാം തലത്തിൽ 2ാം തലത്തിലൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ബ്ലോക്ക് ചെയിൻ അങ്ങനത്തുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തില്ല എന്നല്ല, അവർ പറഞ്ഞ ആ ഒരു ഹൈപ്പിൽ ഇതിന് അഡോപ്റ്റഡ് ആയിട്ടില്ല. പക്ഷേ AI അങ്ങനെയല്ല. AI ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് അത് വരുന്നത്. അതായത് നമ്മുടെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്കും ഇത് പെട്ടെന്ന് അഡോപ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ചെറിയ, ഇപ്പം AIയുടെ ഏറ്റവും വലിയ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്.
അവരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ സെഗ്മെൻറ്റിലേക്ക് ഇത് വന്നു കഴിഞ്ഞു. കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഏജ് സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ ഒരേ ലെവലിൽ ഇത് പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് AI. പിന്നെ ഇതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് AI ഇവിടെ ഉണ്ടായിരുന്നു 60-കളിൽ 70-കളിലൊക്കെ ഉണ്ടായിരുന്ന AIയുടെ ഈ ChatGPT പോലത്തുള്ള LLMs, ലാർജ് ലാംഗ്വേജ് മോഡൽസ് വന്നതിന് ശേഷം ഉണ്ടായ ചേഞ്ചസ് അതിഭീകരമാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അഡോപ്ഷൻ്റെ സ്പീഡും ഇതിൻ്റെ ഇന്നോവേഷൻ്റെ സ്പീഡും ഭീകരമാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് ഫ്രം ChatGPT അവരുടെ ഒരു ടീമിൽ നിന്ന് ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അയാൾ പറഞ്ഞൊരു മെയിൻ കാര്യം, പണ്ടൊക്കെ നമുക്കൊരു ടെക്നോളജി വന്നു കഴിയുമ്പം അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുമായിരുന്നു. ഇപ്പം അതില്ല, ഫാസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നേക്കാളും ഫാസ്റ്റായിട്ട് അഡോപ്ഷൻ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇറലവൻ്റായി പോകാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു ജേർണലിസ്റ്റാണ്. എൻ്റെ ഓൺലൈനിൽ ഞാൻ എഴുതിയ ആർട്ടിക്കിൾസ് ഇഷ്ടം പോലെ ലഭ്യമാണ്. ഇത് പഠിപ്പിച്ചെടുത്തിട്ട് ഞാൻ എഴുതുന്ന പോലെ എഴുതിപ്പിക്കാൻ പറ്റും? എൻ്റെ ഒരു സ്റ്റൈല് സാധ്യമാണ്? ഒരു പരിധിവരെ സാധ്യമാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് കോണ്ടൻറ്റ് നമ്മൾ എടുത്തിട്ട് ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നല്ലൊരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അതിന് ഒരു ചേട്ടൻ്റെ ഒരു പാറ്റേൺസ് നമ്മൾ മനസ്സിലാക്കി നല്ലൊരു പ്രോംപ്റ്റൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഈക്വലി അല്ലെങ്കിൽ നിയർലി ഈക്വലി ആയിട്ട് എഴുതാൻ പറ്റും. ഏത് ജോലികളാണ് AI റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഉടൻ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ ഉള്ളത് നമുക്ക് അറിയാം. വൈറ്റ് കോളർ ഉണ്ട്, ബ്ലൂ കോളർ ഉണ്ട്, ഗ്രേ കോളർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ വൈറ്റ് കോളറിൻ്റെ എൻട്രി ലെവൽ ജോബ്സ് ഉണ്ട്. അത് പെട്ടെന്ന് ഒരുപക്ഷെ അത് റീപ്ലേസ്ഡ് ആവാൻ ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി കണ്ടൻറ് റൈറ്റിംഗ്, അതേപോലെ തന്നെ നമ്മുടെ കോഡിങ് ഇങ്ങനത്തുള്ള. കാരണം AI ഉപയോഗിച്ച് ചെയ്യുന്ന ഏറ്റവും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഡിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സാപ്പിൻ്റെയും അതുപോലെ തന്നെ സെയിൽസ് ഫോഴ്സിൻ്റെയും CEOs ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവരുടെ 75% ജോലി ഉടനടി, അതായത് കോഡിങ് ചെയ്യുന്ന 75% ബോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചാറ്റ് ബോട്ട്സ് ആയിരിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ ഓൾറെഡി 80% അച്ചീവ് ചെയ്തിട്ടുണ്ട്, 50%. ഇതുകൊണ്ടാണ് നമ്മുടെ IT സെക്ടറിൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ റിക്രൂട്ട്മെൻറ്റ് വളരെ സ്ലോ ചെയ്യാനും ബെഞ്ചിങ് കൂടാനും ഒക്കെ കാരണം ഇതിൻ്റെ ഒരു അത് ഒരു ഇതാവാം. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 6 ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ 10 ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 2 ഡെവലപ്പറും ഒരു നല്ല AI എഞ്ചിനും ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യാൻ പറ്റും, ആ ജോലി തന്നെ ചെയ്യാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, നിങ്ങൾക്ക് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് കേസസ് ഉണ്ട്. 10 പേര് വെച്ച് അല്ലെങ്കിൽ 20 പേര് വെച്ച് 10 മില്യൺ ARR എന്ന് വെച്ചാൽ ആനുവൽ റിക്കറിംഗ് റവന്യൂ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അപ്പം ഇപ്പം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത് അങ്ങനത്തെ കമ്പനികളാണ്. ചെറിയ കമ്പനികൾ കൂടുതൽ റവന്യൂ. അപ്പോൾ മലയാളികളുടെ ഈ സോഫ്റ്റ്വെയറിലുള്ള ജോലികളൊക്കെ ത്രെറ്റിലാണോ? നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കാലഹരണപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കാം, ഇത് AI വരുമ്പോൾ ഇത് പുതിയൊരു സെറ്റ് ജോലികളും വരാൻ സാധ്യതയുണ്ട്. ഒബ്വിയസ്ലി നമ്മളിത് ഹാർനസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് മേഖലകളിലായിരിക്കും ആ ജോലികൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ? കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അനോട്ടേഷൻ, ഡേറ്റ എഞ്ചിനീയേഴ്സ്, അങ്ങനെയുള്ള സെഗ്മെൻറ്റിൽ, ട്രെയിനിങ്, മെഷീൻ ലേണിംഗ് അങ്ങനത്തെ ഉള്ള സെഗ്മെൻറ്റിൽ. അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ സംഭവിച്ചതുപോലെ ടൈപ്പിസ്റ്റ് മാറി ഒരു കമ്പ്യൂട്ടർ എൻട്രി ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറോ ഒക്കെ ആയി നമ്മൾ കൺവേർട്ടഡ് ആയല്ലോ. ആ ഒരു ചേഞ്ചസ് നമുക്ക് എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പം ഉണ്ടായ അതേ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ടും ഡീപ്പറായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നാളെ ഇതെല്ലാം ഒരു ജോലി ഇല്ലാതാക്കുകയും അത് സോഷ്യലി എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് അടുത്ത സൊല്യൂഷൻ എന്ന് ചോദിക്കുന്നത് പോലെ, ഇപ്പം റീസെൻ്റ്ലി US ഗവൺമെൻറ്റ്സ് ചിലപ്പം ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉള്ള ചാൻസസ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഒരു പക്ഷേ ഇൻ്റർവീൻ ചെയ്തേക്കാം ഇൻ ഫ്യൂച്ചറിൽ. അല്ലെങ്കിൽ എങ്ങനെയാണിത് കറങ്ങിത്തിരിഞ്ഞ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ സൈലൻ്റായിട്ട് നടക്കുന്ന ഒരു വലിയ ചേഞ്ചാണ്. അപ്പോൾ ചരിത്രത്തിൽ നാളെ ഈ ഒരു സമയത്തെ രേഖപ്പെടുത്തും. ലൈക്ക് ഇവിടേക്കാണ് അതിൻ്റെ ഒരു ചേഞ്ചസ് നടന്നത്, ഇല്ലെങ്കിൽ ഈ സമയത്താണ്
ഒരു വലിയ ഡിസ്റപ്ഷൻ മാറിയത് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പേഴ്സണലി. ഇത് ഒരു വലിയ ചേഞ്ച് നടക്കുന്നുണ്ട്. എത്ര പേര് ഇതിനെക്കുറിച്ച് അവെയറാണ് എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ത്യൻ കമ്പനീസ് എയുടെ ഇതിൽ അഡോപ്ഷൻ മാത്രമാണോ അതോ എയുടെ നിർമ്മാണത്തിലും അല്ല അങ്ങനെയുള്ള പ്രൊഡക്റ്റ് നിർമ്മാണത്തിലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഹിസ്റ്റോറിക്കൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കൺട്രി ആസ് ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു കൺട്രി ആസ് എക്കോസിസ്റ്റം നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു മാനേജർ സൈഡിലേക്ക് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിലാണെങ്കിലും ഇന്ത്യൻ സ്റ്റാർട്ടപ്സിലെ ബിസിനസ് ഇന്നോവേഷൻസാണ് നടക്കുന്നത്, ടെക്നോളജി ഇന്നോവേഷൻസ് അല്ല, അല്ലേ? നമ്മൾ കൂടുതലും ടെക്നോളജി ഇന്നോവേഷൻസ് വെസ്റ്റ് ചെയ്യുന്ന അഡോപ്റ്റ് ചെയ്യും, അത് വെച്ചിട്ട് ബിസിനസ്സിനെ ഇന്നോവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിയോ, നമ്മുടെ ഇവിടുത്തെ ഉള്ള ഓലയാണെങ്കിലും നമ്മുടെ ഫ്ലിപ്കാർട്ടാണെങ്കിലും എല്ലാം ചെയ്തിരുന്ന ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എയുടെ സ്പേസിൽ നോക്കുമ്പോൾ തന്നെ കൂടുതലും നടക്കുന്നത് ഡെഫിനറ്റ്ലി വെസ്റ്റിലാണ്. നമ്മൾ ഒരുപക്ഷെ ഫോളോവേഴ്സും കൺസ്യൂമേഴ്സും ആണ് അതിൻ്റെ അകത്ത്. നമുക്കൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരു ചെറിയൊരു ഒരു പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല അത്. ലൈക്ക് അതൊരു നമ്മുടെ ഫ്രെയിം വർക്കിൻ്റെ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഔട്ട്കമ്മിൻ്റെ ഇതെല്ലാം വളരെ ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോബ്ലമാണ് അത്. സർക്കാരിൻ്റെ ലെവലിൽ അഡോപ്ഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ സിംഗപ്പൂരൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? സിംഗപ്പൂർ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ന്യൂസ് ഉണ്ട്. സിംഗപ്പൂർ അവരുടെ ഗവൺമെൻറ് എംപ്ലോയീസിന് AI സർട്ടിഫിക്കേഷൻ മസ്റ്റാണ്. അത് വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അവരത്ര സീരിയസ് ആയിട്ട് അതിനെ എടുക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ DPP എന്നൊക്കെ പറയുന്ന നമ്മളൊരു പോളിസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം കറക്റ്റായിട്ട് അത് ഇംപ്ലിമെൻറ്റേഷനിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെയല്ല, നമ്മളും ആലോചിച്ച് തുടങ്ങി, നമുക്കും അറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഒരുപക്ഷെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആവണം നമ്മൾ ആസ് എൻ ഇന്ത്യൻസ്. US-ഉം ചൈനയും സിംഗപ്പൂരൊക്കെ ചെയ്യുന്ന അതേ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളും ആ ഒരു റേസിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ചാൻസ് ഉണ്ട്.